കോട്ടയത്തെ ആകാശപാതയെ ചൊല്ലി UDF-ഉം LDF-ഉം തമ്മിൽ തുറന്ന പോര്. പദ്ധതി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF ഉപവാസ സമരം തുടങ്ങി. പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് CPIM വൈകിട്ട് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ജീവന് ഭീഷണി എന്ന് കേരള കോൺഗ്രസ് എം മനുഷ്യാവകാശ കമ്മീഷന് പരാതിയും നൽകി. ആകാശപാത പൊളിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞതോടെയാണ് രാഷ്ട്രീയ പോര് രൂക്ഷമായത്. എതിർപ്പുന്നയിച്ച UDF ആദ്യഘട്ട സമരമെന്ന നിലയിലാണ് ഏകദിന ഉപവാസം നടത്തുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. CPM-ന് എന്നാണ് ഈ സമരത്തോട് ഇത്ര വലിയ അലർജി? സമരത്തിലൂടെ വളർന്നു എന്ന് പറയുന്നൊരു പാർട്ടിയല്ലേ? അപ്പോൾ ആളുകൾ സമരം ചെയ്യുന്നതിന് വരെ എതിരായി. അതാണ് CPM-ന് ജീർണത. അതാണ് ഈ വലിയ തിരിച്ചടി കിട്ടുന്നത്. സമരം പോലും ശരിയല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. UDF സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് CPM ആരോപിച്ചു. നടുറോട്ടിൽ പന്തലിട്ട് നടത്തിയ പരിപാടിക്കെതിരെ പരാതി നൽകാനാണ് തീരുമാനം. ആകാശപാത പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് പ്രതിഷേധ മാർച്ചും നടത്തും. വഴിമുടക്കുന്ന ഒരു സമരമായിട്ട് തന്നെയാണ്. വഴിമുടക്കി നിൽക്കുന്ന ഒരു നിർമ്മിതിയുടെ എന്താ പറയുന്നത്, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് പണിയണം എന്ന് ആവർത്തിക്കുന്നത് തന്നെ തെറ്റാണ്. UDF-നും LDF-നും പണം തട്ടാനുള്ള പദ്ധതിയാണ് ആകാശപാതയെന്ന് BJP. കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്ക് എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും, പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ്. ആകാശപാത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കോട്ടയം നഗരസഭാ സെക്രട്ടറിയെയും എതിർകക്ഷിയാക്കിയാണ് പരാതി. സമരങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ ആകാശപാത പൊളിക്കുമോ പണിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കോട്ടയത്തുള്ളവർ. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.